ഇപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചൈനീസ് ഫ്ലൂട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. 20 mm PVC പൈപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഫ്ലൂട്ട് ഉണ്ടാക്കാനായിട്ട് മുളയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. മുള വെച്ചിട്ടാണ് ഈ ഉപയോഗിക്കേണ്ടത്, എന്നാലേ കറക്റ്റ് ശബ്ദം കേൾക്കത്തുള്ളൂ. നമ്മളെന്തായാലും PVC പൈപ്പ് വെച്ചിട്ട് ഒന്ന് ശ്രമിച്ച് നോക്കുവാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് വേണമെങ്കിൽ നമ്മൾ ആദ്യം എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ആദ്യം നമ്മളൊരു എന്ന സ്കെയിലുള്ളൊരു ഫ്ലൂട്ട്, സ്കെയിലുള്ള ഒരു ഫ്ലൂട്ട് നമ്മൾ ഉണ്ടാക്കി PVC വെച്ചിട്ട് സെയിം അളവ് തന്നെയാണ് എടുത്തേക്കുന്നത്, ഒരു വ്യത്യാസമില്ല. അതേ അളവിൽ തന്നെയാണ് ഞാനത് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്, നമ്മുടെ സാധാരണ ഫ്ലൂട്ടിനെക്കാട്ടിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു ഹോൾ ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഫ്ലൂട്ടിൻ്റെ സൗണ്ടിന് ഒരു വ്യത്യാസം വരുന്നത്. നമ്മൾ ഊത ഉപയോഗിക്കുന്ന ഹോളിൻ്റെയും ഫസ്റ്റ് ഫിംഗറിൻ്റെ ഇടയ്ക്ക് ഈ ഭാഗത്ത് ഒരു ഹോൾ വരുന്നുണ്ട്. കറക്റ്റ് സെൻറ്ററിന് ഊത ഉപയോഗിക്കുന്ന ഹോളിൻ്റെയും ഫസ്റ്റ് ഫിംഗറിൻ്റെ കറക്റ്റ് നടുഭാഗത്തായിട്ട് ഈ ഒരു ഹോൾ വരുന്നുണ്ട്. 9 mm ആണ് ആ ഹോളിൻ്റെ അളവ്. വേറെ ഒരു വ്യത്യാസവും ഇല്ല ഫ്ലൂട്ട് തമ്മിൽ. പിന്നെ ഞാനിത് അടയ്ക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ മെഴുകുതിരി കേട്ടോ. കറക്റ്റ് ഈ ഹോളിൻ്റെ ഊത ഉപയോഗിക്കുന്ന ഹോളിൻ്റെ സെൻറ്ററിൽ നിന്നും ഏകദേശം 1 സെൻറ്റിമീറ്റർ അപ്പുറത്താണ് വെച്ചേക്കുന്നത്. ഇനി ഇതേപോലത്തെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഷീറ്റ്, കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക്കാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഫെവിക്കോൾ ഉപയോഗിച്ചാണ് ഞാനത് ഒട്ടിക്കുന്നത്. സൂപ്പർ ഗ്ലൂ ഒന്നും വെച്ച് ഒട്ടിക്കരുത്. ഫെവിക്കോൾ വെച്ചിട്ട് ഇതേപോലെ ആ ഷീറ്റ് ആ ഹോളിൻ്റെ മണ്ടയിൽ ഇതേപോലെ വെച്ച് നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. ചൈനീസ് ഫ്ലൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചൈനീസ് ഫ്ലൂട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഊതി കൂടെ നോക്കാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.